ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ സ്ലാബിൽ ഇങ്ങനെ ഒരു പറുകോള കൊടുത്താൽ സ്റ്റെയറിൻ്റെ ഭാഗത്ത് ഇതുപോലെ നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സ്ലാബിൽ നല്ല കമ്പിയും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ഹോൾസ് ഇടുമ്പോൾ അതിൻ്റേതായ ലോഡ് എടുക്കാൻ വേണ്ടിയുള്ള കമ്പി കാര്യങ്ങൾ എങ്ങനെ കൺസീൽഡ് ചെയ്യണം, അതൊക്കെയാണ് നമ്മൾ നോക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പറുകോളയാണ് നമ്മൾ മേലെ കമ്പിപ്പണി എടുക്കുമ്പോൾ തന്നെ അടിച്ചിട്ടുള്ളത്. സ്ലാബ് കോൺക്രീറ്റിൻ്റെ മുന്നേ അടിച്ചിട്ടുണ്ട്. ഇതുപോലെ സ്റ്റെയറിൻ്റെ നേരെ മുകളിലാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയറിൻ്റെ ഭാഗത്ത് നല്ല വെളിച്ചം കിട്ടും, നന്നായിട്ട് വെളിച്ചം കിട്ടും ചെയ്യും. അപ്പോൾ വേറെ ലൈറ്റ് ഇടേണ്ട ആവശ്യകത ഒന്നും വരുന്ന പ്രശ്നമില്ല അവിടെ. അപ്പോൾ ഇതുപോലുള്ള കൺസീൽഡാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. സ്ലാബിൻ്റെ ലോഡ് ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗങ്ങളിലും കൺസീൽഡ് കൊടുത്ത് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല കൺസീൽഡ് കൊടുത്തിട്ടുണ്ട് സ്ലാബിൽ, അല്ലെങ്കിൽ ആ സ്ലാബിൻ്റെ ലോഡ് നമ്മൾ ഈ കൺസീൽഡുമൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ക്രാങ്കിൻ്റെ കമ്പി ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മളവിടെ കൺസീൽഡ്ക്ക് ലോഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുപോലെ പറുകോളുടെ ഉള്ളിൽ കൂടെ കമ്പി ലിൻഡൽ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ പറുകോള ബീം പോലെ തന്നെ നിൽക്കാൻ സഹായിക്കും. അങ്ങനെ കൊടുക്കണോണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ല വെളിച്ചം കിട്ടും. നന്നായിട്ട് വെളിച്ചം കിട്ടാൻ ലൈറ്റ് കാര്യങ്ങളെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളൊരു LED പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റെയറിൻ്റെ അവിടെ ഒന്നും കൂടി ഹൈലൈറ്റ് ആയി കിട്ടും. വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ആ ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് കാണപ്പെടും. നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ക്രാങ്കും കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി ഫുള്ള് കമ്പിപ്പണിയും കഴിഞ്ഞ് കിടക്കുന്ന സ്ലാബാണിത്. അപ്പോൾ വലിയ രണ്ട് കൺസീൽഡാണ് നമ്മളവിടെ ഇട്ടിട്ടുള്ളത്. അതിന് ക്രോസ് ബാറായിട്ട് വേറെ ചെറിയ ലിൻഡലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ പറുകോളുണ്ട്. ആ പറുകോളുടെ ഗ്യാപ്പ് നല്ല ഫിനിഷിംഗ് ആയിട്ട് 4 ഹോൾസാണ് ഗ്യാപ്പാണ് നമുക്കുള്ളത്. 3 ബീമും ഉണ്ടാവും. ഇതുപോലെ ചുറ്റുഭാഗത്ത് നമ്മൾ ബീഡിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വീണ വെള്ളം തെറിക്കാതിരിക്കാനും. ഇനി അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല അവിടെ. കണ്ട ഇതുപോലെ നല്ല വെളിച്ചം നമുക്ക് താഴോട്ട് ലഭിക്കും. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും.